നമ്മളോട് അതായത് ഒരിടത്ത് നിന്ന് നമ്മൾ കൊടുത്ത പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരിടത്ത്, അതായത് ഒരിടത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന മറ്റൊരിടത്ത് ഇൻപുട്ട് ആയിരിക്കും. അപ്പൊ ആ പാരാമീറ്റേഴ്സിനകത്ത് എന്തെങ്കിലും മിസ്മാച്ചുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി another main focus in integration testing is to move towards testing functionality of the module as well. In this phase, different modules grouped together are checked for function they are required to perform. At this step, we start taking the application as black box and test for functionality rather than find bugs in the code. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഫംഗ്ഷനാലിറ്റി, അതായത് ഇവിടെ നമ്മൾ എന്ത് കാര്യം കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്റർഫേസിനെ മാത്രമല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ ആ ഫംഗ്ഷനാലിറ്റി ബേസിൽ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജി അവർ തന്നിട്ടുണ്ട്, സ്ട്രാറ്റജി ഫോർ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് നോർമൽ പ്രോബ്ലം അറൈസ് ഹിയർ, ദ പ്രോബ്ലം ഓഫ് ഹൗ ടു ഗോ അബൌട്ട് പെർഫോമിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വാട്ട് മൊഡ്യൂൾ ഷുഡ് ബി ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് ഹൗ. അതായത് ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുകയാണ്, എങ്ങനെയാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത്. വെൻ വി ടോക്ക് അബൌട്ട് പെർഫോമിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വി ടോക്ക് അബൌട്ട് ടു സ്ട്രാറ്റജീസ്. അതായത് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിന് നമ്മൾ മെയിൻ ആയിട്ട് 2 സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ്, നോൺ ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷനും വരുന്നുണ്ട്, ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷനും വരുന്നുണ്ട്. എന്നപ്പം ഈ നോൺ ഇൻക്രിമെന്റലിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്, a simple approach is to group together all modules or modules that make most of the system and conduct the testing. അപ്പൊ എന്താണ് സിമ്പിൾ അപ്രോച്ച് ഈസ് ടു ഗ്രൂപ്പ് ടുഗദർ ഓൾ modules or modules that make most of the system and conduct the testing. This is known as ബിഗ് ബാങ് അപ്രോച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ എന്താണ് മൊഡ്യൂളുകളെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ടെസ്റ്റിംഗ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മെത്തേഡിനെയാണ് ബിഗ് ബാങ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദിസ് all the modules are combined together and system is tested as whole. This approach is not preferred approach. Once all the modules are integrated and tested, it may result in just the many errors are identified. It becomes difficult to isolate the problem and module causing the problem. അതായത് ഇതെന്ന് പറയുന്ന അത്ര നല്ലൊരു മെത്തേഡ് ആണ് എന്ന് പറയുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്താ അവിടെ ഒരു ഇന്ന അപ്രോച്ച് എന്നുള്ള രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചുമ്മാ മൊഡ്യൂളിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എററുകളൊക്കെ, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഒന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് അല്ലെ പർട്ടിക്കുലർ അപ്രോച്ചുകളൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് എററുകൾ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്, അതാണ് ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൊഡ്യൂൾസ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് ടെസ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തൊട്ട് മുന്നേ പറഞ്ഞതിനകത്ത് എന്താണ്, മൊഡ്യൂളിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനോ ഒന്നും അവിടെ ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചുമ്മാ ഗ്രൂപ്പ് ചെയ്ത്, അതായത് സിമ്പിൾ ഇതായിട്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഇൻക്രിമെന്റലിനകത്ത് നമ്മൾ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൊഡ്യൂൾ, അതായത് ഓരോ ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് എന്നുണ്ടല്ലോ, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യം ചെയ്യണം എന്നതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷനിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൊഡ്യൂൾസ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് ടെസ്റ്റഡ്. മൊഡ്യൂൾസ് ആർ combined together in step incrementally to make subprograms. Each subprograms is then independently tested. അപ്പൊ എന്തായിരിക്കും ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ മൊഡ്യൂളുകളെ ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും, നമ്മൾ മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന മൊഡ്യൂളുകൾ, അതായത് ഏതൊക്കെ മൊഡ്യൂളുകളാണ് കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നത്, അതിന്റെ സബ് പ്രോഗ്രാംസ് എവിടെ വരുന്നത്, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ്ലി നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻക്രിമെന്റലി സബ് ഗ്രൂപ്പ്സ് ആർ കമ്പൈൻഡ് ആൻഡ് ലാർജർ ഗ്രൂപ്പ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് ടെസ്റ്റഡ്. This repeated till until all modules are grouped as a single unit and have been tested for flaws. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ചുകൾ, അതായത് ഇവിടെ നമ്മൾ ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷനകത്ത് നമ്മൾ യൂസ് ചെയ്ത വി പെർഫോം ദ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഈസ് ഇൻക്രിമെന്റൽ വേ കെയർഫുള്ളി. ഇറ്റ് വിൽ ബി ഈസിയർ ടു ഐഡന്റിഫൈ എറേഴ്സ് ആൻഡ് മൊഡ്യൂൾ ഹിയർ വേർ
If we perform the integration testing in an incremental way carefully, it will be easier to identify the errors and the module there will be errors lies. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എറേഴ്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻക്രിമെന്റൽ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ രണ്ട് ടെസ്റ്റിംഗ് അപ്രോച്ചുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് ടെസ്റ്റിംഗ് അപ്രോച്ചിനകത്ത് ഒന്നെന്ന് പറയുന്ന ടോപ്പ് ഡൗൺ അപ്രോച്ചും സെക്കൻഡ് വൺ എന്ന് പറയുന്ന ബോട്ടം അപ്പ് അപ്രോച്ചും ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്? ബോട്ടം അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോപ്പ് ഡൗൺ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? മെയിൻ മൊഡ്യൂൾ ടു ചൈൽഡ് മൊഡ്യൂളിലേക്കായിരിക്കും നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ചൈൽഡ് മൊഡ്യൂളിനകത്ത് ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുന്നത്? ഡെവലപ്പർക്കായിരിക്കും നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ ഡെവലപ്പേഴ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യും? അതിന്റെ ഒരു ഡമ്മി മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഡമ്മി മോഡലിനായിരിക്കും നമ്മൾ സ്റ്റബ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത്രയൊന്നും നിങ്ങൾക്ക് വരുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇത്ര ഓർക്കുക. അതായത് ബോട്ടം അപ്പ് ഡിസൈനും അതേപോലെ തന്നെ ടോപ്പ് ഡൗൺ ഡിസൈനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും മെയിൻ മൊഡ്യൂൾ ടു ചൈൽഡ് മൊഡ്യൂളിലേക്കായിരിക്കും നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുക. പിന്നെ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തായിരിക്കും? ചൈൽഡ് മൊഡ്യൂൾ ടു മെയിൻ മൊഡ്യൂളിലേക്കായിരിക്കും നമ്മൾ എന്ത് പെർഫോം ചെയ്യുക? ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുക. അതായത് നമ്മൾ ഈ പ്രോഗ്രാമിനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊഡ്യൂളുകൾ ആക്കുമ്പോഴേക്കും അതിനകത്ത് എന്തായിരിക്കും? മെയിൻ മൊഡ്യൂളുകൾ, സബ് മൊഡ്യൂളുകൾ, അതായത് മെയിൻ മൊഡ്യൂൾ, പേരന്റ്, ചൈൽഡ് മൊഡ്യൂളുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പേരന്റ് മൊഡ്യൂൾ ടു ചൈൽഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ല അത് നമ്മൾ യൂസ് ചെയ്യുക. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും അപ്പൊ യൂസ് ചെയ്യുക? ചൈൽഡ് മൊഡ്യൂൾ ടു സബ് മൊഡ്യൂളിലേക്ക് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിങ്ങിനകത്ത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് റെഫർ ടു എക്സാമ്പിൾ 5 and 8 പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് മേലെ ഇവർ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഫംഗ്ഷനാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ലോഗിൻ മൊഡ്യൂളിന്റെ ഒക്കെ നമ്മൾ മേലിൽ ഒരു ഷോപ്പിംഗ് കാർട്ടിന്റെ കണ്ടായിരുന്നു. അതിനകത്ത് ലോഗിൻ ചെയ്യുന്നുണ്ട്, കാറ്റലോഗ് ഉണ്ടായിരുന്നു, ഓർഡർ, പേയ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്താണ്? ഇവര് എന്ത് പെർഫോമൻസ് ചെയ്തിരിക്കുകയാണ്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്തിരിക്കുക. അപ്പൊ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രം, അതായത് നമുക്കിപ്പോ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ചില സൈറ്റിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് സാധനം കാർട്ടിൽ ആഡ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ ഓർഡർ, പേയ്മെന്റ് കാര്യങ്ങളെല്ലാം എന്താണ്? നമ്മളൊരു കാര്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അല്ല നമ്മളത് കാർട്ടിലിട്ട് നമ്മൾ ചെക്ക്ഔട്ട് കൊടുത്തിട്ട് അതിന്റെ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പൊ അതൊക്കെ എന്താണ്? ഓരോന്നും നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. അതെല്ലാം എന്താണ്? ഒരു ഓർഡറിൽ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമ്മൾ എന്തിനെ പെർഫോം ചെയ്യുക? ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനെ നമ്മൾ പെർഫോം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അവർ സ്റ്റെപ്പ് തന്നിരിക്കുന്നുണ്ട്. വി ക്യാൻ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ലോഗിൻ ആൻഡ് കാറ്റലോഗ് module as module M7 and test both together. Similarly, we can integrate order module and payment module and test them single module M8. In next step, M7 and M8 can be integrated and tested together. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു മൊഡ്യൂൾ, അതായത് ലോഗിൻ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ലോഗിൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ലോഗിൻ ചെയ്ത് നെക്സ്റ്റ് എന്താണ്? കാറ്റലോഗ് മൊഡ്യൂളിലേക്ക് പോയി. അപ്പൊ അതൊക്കെ എന്താണ്? ഡിഫറെന്റ് മൊഡ്യൂളുകളാണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് മൊഡ്യൂളുകളെ ഗ്രൂപ്പ് ചെയ്തായിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ മൊഡ്യൂളുകൾ ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് സെക്ഷൻ വി ഷാൽ ഡിസ്കസ് ദി ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ദാറ്റ് മസ്റ്റ് ബി പെർഫോം ഡ്യൂറിംഗ് ദ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. ഈ ടെസ്റ്റിംഗ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചാണ് കേട്ടോ. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ആൻ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്.
ആണ് എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആസ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് സെക്ഷൻ ഡ്യൂറിംഗ് ദ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് modules are added incrementally and test. The process is repeated several times. As result of the software changes each time as no functionalities or modules is added. അപ്പോൾ ഇവിടെ ഈ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ എന്താണ് മൊഡ്യൂളുകളെ ഗ്രൂപ്പ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പലതവണ അതായത് സ്റ്റെപ്സ് ഒക്കെ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൊഡ്യൂളിലെ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ വാല്യൂ ആയിരിക്കും, അതായത് ഒരു മൊഡ്യൂളിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പർ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും പല സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും നമുക്ക് പുതിയ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ മൊഡ്യൂളൊക്കെ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ആഡഡ് മൊഡ്യൂൾ ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് ഇമ്പാക്ട് ദ ബിഹേവിയർ ഓഫ് ദ മൊഡ്യൂൾ ഓൾറെഡി വർക്കിംഗ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, അതായത് നമ്മുടെ ഇതിലില്ലാതെ പുതിയതായിട്ട് ഒരു മൊഡ്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ അഫക്ട് ചെയ്യും, നമ്മുടെ ആ സോഫ്റ്റ്വെയറിന്റെ ഓവറോൾ അപ്പിയറൻസിൽ അല്ല അതിന്റെ ബിഹേവിയറിനെ അത് അഫക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻ പ്രാക്ടീസ് whenever a new module is added we first test functionality that may be added by the new module. Then we must test all functionality or test cases of the module that were previously working well. This is done to ensure changes caused due to the addition of new module does not affect the ones that are working prior to changes added the module. This known as റിഗ്രഷൻ ടെസ്റ്റിംഗ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് കണ്ടു. അപ്പൊ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ മൊഡ്യൂളുകൾ ഗ്രൂപ്പ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മളത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു മൊഡ്യൂളിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊഡ്യൂളിലാട്ടെ ചിലപ്പോൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതെന്താ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും പുതിയ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം, അല്ലെ ചിലപ്പോൾ പുതിയ മൊഡ്യൂളുകളൊക്കെ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് വരാം. അപ്പൊ അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ആ സോഫ്റ്റ്വെയറിന്റെ ഓവറോൾ ബിഹേവിയറിനെ അത് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ പുതിയ ഒരു മൊഡ്യൂൾ ആഡ് ചെയ്താലും നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം അത് പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പുതിയ മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ അതിന്റെ വർക്കിങ്ങിനെ എന്തെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റിങ്ങിനെയാണ് എന്ത് എന്ന് പറയുന്നത്, റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ദിസ് മേ ഡിഫൈൻഡ് ആസ് whenever any change is made to the code or a new module is implemented and integrated. All the possible test cases, those that have been executed before, are also executed again to ensure that no error intended to already working software. അതായത് ഓൾറെഡി ഉള്ള മൊഡ്യൂളിനകത്തൊന്നും എറേഴ്സ് ഒന്നും വരാതെ പുതിയത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്, റിഗ്രഷൻ ടെസ്റ്റിങ്ങിനകത്ത് ചെയ്യുന്നത്. അപ്പൊ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് പെർഫോംഡ് ബൈ ദ QA team. അപ്പൊ അത് ആരാ പെർഫോം ചെയ്യുന്ന, QA team ആയിരിക്കും അത് ചെയ്യുന്നത്. A new module is implemented and integrated into the software. It is handled over the QA team. It is the responsibility of the QA team to run all the possible test cases as the part of regression testing. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഈ QA team എന്ന് പറയുന്നതായിരിക്കും റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ആരായിരിക്കും, ഈ QA team ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണ്, ലോഗിൻ മൊഡ്യൂൾ, കാറ്റലോഗ് മൊഡ്യൂൾ, ഓർഡർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് 3 പിന്നെ പേയ്മെന്റ്, ലോഗൌട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് സപ്പോസ് ടെസ്റ്റ് മൊഡ്യൂൾ 1 and 2 together as group initially. In this we will test all the functionalities of test case, login module and catalog module. Then step further we will add order module to previous step. Now first we will perform regression test. അപ്പോൾ എന്താ നമ്മൾ രണ്ട് മൊഡ്യൂൾ 1 ഉം 2 നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ മൊഡ്യൂൾ 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മൊഡ്യൂൾ 1 ലോഗിനും മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കാറ്റലോഗും ആണ് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ, അതായത് ഓർഡർ മൊഡ്യൂൾ നമ്മൾ അവിടെ ആഡ് ചെയ്തു ഗ്രൂപ്പിലേക്ക്. അപ്പൊ എന്താണ്
ആ തൊട്ട് മുന്നേ പെർഫോം ചെയ്ത മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ഫംഗ്ഷനാലിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചുകൾ വന്നോ, ആ മൊഡ്യൂൾ 3 ആഡ് ചെയ്തപ്പം എന്തെങ്കിലും മാറ്റം അതിനകത്ത് വരേണ്ടതായിട്ട് വന്നോ, എന്തെങ്കിലും എറേഴ്സ് അതിനകത്ത് കാണിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന്. അപ്പൊ ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ആദ്യം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, യൂണിറ്റ് ടെസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ടെസ്റ്റിംഗ് എന്തായിരുന്നു, മൊഡ്യൂൾ ടെസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട എന്തായിരുന്നു, ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ നമ്മൾ കണ്ട എന്താണ്, സിസ്റ്റം ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ എന്താ ഈ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ തൊട്ട് മുന്നേ ഓരോന്നും കണ്ടപ്പോൾ ആദ്യം നമ്മൾ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്തു, പിന്നെ എന്താ ഒരു മൊഡ്യൂൾ ടെസ്റ്റ് ചെയ്തു, പിന്നെ മൊഡ്യൂളുകൾ ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു, പിന്നെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുവാണ് അത് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നു. ഇനി ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുമായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതാണ്, as the name suggests, system testing is the level of testing wherein complete system is tested as whole. We must first understand what is a system. You might have read in the some fundamental course earlier that അപ്പൊ എന്താ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് not only software we develop, software is usually incorporated with the other softwares or installed in an environment or within hardware. A software with its complete environment where it becomes operational is that we call a system. അപ്പൊ എന്തായിരിക്കും, അതായത് നമ്മൾ ഒരു കംപ്ലീറ്റ് എൻവയോൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു എന്താ ഒരു ആപ്ലിക്കേഷൻ ഇരിക്കട്ടെ, അതിന്റെ ഓപ്പറേഷണലി എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം ടെസ്റ്റിങ്ങിനകത്ത് in system testing, we test the system as a whole with all part of integrated together in an operational environment. This fall in the area of black box testing. Not logic or code is visible at this stage when we system tested is performed. The testing is performed totally from the operational point of view on the system. അപ്പൊ എന്തായിരിക്കും, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാന്നിരിക്കട്ടെ. ഇപ്പൊ എന്താ, നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഏതെങ്കിലും നമുക്ക് കിട്ടാന്നിരിക്കട്ടെ. അപ്പൊ അതിന്റെ പെർഫോമൻസ്, അതിന്റെ കംപ്ലീറ്റ് ഫങ്ഷണാലിറ്റി നമ്മൾ അതിന്റെ ഓപ്പറേഷണൽ വർക്കിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ അതായിരിക്കും എവിടെ പെർഫോം ചെയ്യുക, സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് നമ്മൾ അവിടെ ലോജിക്ക് നോക്കുന്നില്ല, അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ അല്ലയോ എന്നായിരിക്കും നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യുക, അതാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്തിനെ മെൻഷൻ ചെയ്യുന്നില്ല, നമ്മൾ കോഡ് നമ്മൾ നോക്കുന്നില്ല, അതിന്റെ ഫംഗ്ഷനാലിറ്റി ബേസ് ആയിരിക്കും നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ടെസ്റ്റ് ദ വേരിയസ് പാർട്ട് ആൻഡ് ആസ്പെക്ട് ഓഫ് ദി കംപ്ലീറ്റ് സിസ്റ്റം, സിസ്റ്റം ടെസ്റ്റിംഗ് കംപ്രൈസ് ഓഫ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഈച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഡിഫൈൻഡ് ദ സ്കോപ്പ് ആൻഡ് പർപ്പസ്. അതായത് ഈ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തന്നെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മളിവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങുകളാണ്. സ്ട്രെസ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ലോഡ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, പെർഫോമൻസ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, റിക്കവറി ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് ടു ടെസ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം ഇൻ അബ്നോർമൽ കണ്ടീഷൻസ് ആൻഡ്
അൺനോട്ടബിൾ എൻവയോൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കാം, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ഇപ്പം എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് ഒക്കെ വരത്തില്ലേ, അപ്പൊ അങ്ങനെയുള്ളത് സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ എക്സിക്യൂട്ടിംഗ് ഇൻ സിസ്റ്റം ഇൻ സച്ച് എ മാനർ ദാറ്റ് സിസ്റ്റം ഡിമാൻഡ് റിസോഴ്സസ് ഇൻ എനോർമസ് ക്വാണ്ടിറ്റീസ് ബിയോണ്ട് നോർമൽ കപ്പാസിറ്റി ടിൽ ബ്രേക്കിംഗ് പോയിന്റ്. ദെൻ ഇത് റിസൾട്ട് ആണ് ഒബ്സർവ്ഡ്. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇപ്പൊ അറ്റ് എ ടൈം ഇത്ര ആൾക്കാരാണ് ലോഗിൻ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നോക്കും എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ a stress testing of the software system is performed to measure the robustness and identify the breaking point or usage limit of the system. The goal of stress testing is to identify how the system behave in abnormal conditions. അപ്പൊ ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അബ്നോർമൽ കണ്ടീഷൻസിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുവായിരിക്കും ഇവിടെ ചെയ്യുന്നത്. The goal is to make sure that the system does not stop abruptly in the case of heavy demand in terms of resources such as memory or disk space, etc. അബ്നോർമൽ കണ്ടീഷനിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി അല്ല അതിന്റെ വർക്കിംഗ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന സിസ്റ്റം ടെസ്റ്റിങ്ങിനകത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ക്രൂഷ്യൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഈസ് ക്രൂഷ്യൽ ഫോർ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഡീൽ വിത്ത് സെൻസിറ്റീവ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. When system uses sensitive data and information, is very important to perform security testing. Such a system deal with important data are usually target of improper use or say penetration to steal the ഇൻഫർമേഷൻ. അപ്പൊ എന്താ നമ്മളിപ്പം ഈ കൊമേഴ്സ് സൈറ്റിലൊക്കെ നമ്മൾ എന്താണ് ഓൺലൈനായിട്ട് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ എന്താണ് നമ്മുടെ കാർഡ് ഡേറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യം അവിടെ വരുന്നത്, സെക്യൂരിറ്റിയുടെ ആവശ്യം. അത് മാത്രമല്ല നമ്മൾ അക്കൗണ്ട് ക്രിയേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ എന്ത് വേണം, സെക്യൂരിറ്റി കിട്ടണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടാവാതെ നമ്മൾ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. സം ഓഫ് ദ കോമൺ എക്സാമ്പിൾസ് of such systems could be banking system, ഇത് സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റം ഓൺലൈൻ പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്ന സിസ്റ്റങ്ങൾക്കെല്ലാം എന്തുണ്ടായിരിക്കണം, നമുക്ക് ഈ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് അവിടെ പെർഫോം ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഈസ് ദ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഇംപ്ലിമെന്റഡ് ഇൻ ദ സിസ്റ്റം. ഇത് മെയിൻ പർപ്പസ് ഈസ് ടു ഐഡന്റിഫൈ ഇംപ്രോപ്പർ പെനിട്രേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ from the system. Security testing is performed by experienced testers, usually hired and trained for this purpose. അപ്പൊ ഇത് ആരായിരിക്കും ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഹയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ടെസ്റ്റേഴ്സ് ആയിരിക്കും എന്ത് പെർഫോം ചെയ്യുക, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പെർഫോം ചെയ്യുക. They are asked to execute the system as a person who wish to penetrate the information. They try to retrieve the password, generate a system error or browse insecure data to find access to complete the system and so on. ഇനി നെക്സ്റ്റ് എന്താണുള്ളത്, റിക്കവറി ടെസ്റ്റിംഗ്. അപ്പൊ എന്താ റിക്കവറി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിക്കവറി ടെസ്റ്റിംഗ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഫെയിലിയർ ടെസ്റ്റിംഗ്. ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദി സിസ്റ്റം the system could fail. System failure means that the system may hang or it may crash. It may also happen that during the normal execution, network connectivity may be lost, hardware may fail, database may not respond, and so on. There could be different types of system failure due to various റീസൺസ്. അപ്പം എന്താ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പല കാര്യങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് റെസ്പോണ്ട് ചെയ്യാത്ത ആവാം, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആകാം. അപ്പൊ ആസ് വെൽ ഡെവലപ്ഡ് ആൻഡ് റബ്ബർ സിസ്റ്റം മസ്റ്റ് ബി ഐദർ ഏബിൾ ടു റിക്കവർ ഫ്രം ദി ഫെയിലിയർ ബൈ ഇറ്റ്സെൽഫ്, ഇറ്റ് റെസ്യൂം ഫംഗ്ഷനാലിറ്റി നോർമലി ഓർ മസ്റ്റ് സ്റ്റോപ്പ് വർക്കിംഗ് വിതൗട്ട് കോസിങ് എനി harm. അപ്പൊ എന്തായിരിക്കും ഒരു നല്ല സിസ്റ്റം, വെൽ ഡെവലപ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിനെ എല്ലാവരും ഓവർകം ചെയ്തിട്ട് വന്നിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിക്കവറി ടെസ്റ്റിംഗ് ഈസ് ദ സിസ്റ്റം ടെസ്റ്റിംഗ് ദാറ്റ് പെർഫോം ദ ടെസ്റ്റ് ദ റിക്കവറി മെക്കാനിസം ഓഫ് ദി സിസ്റ്റം. ഇവിടെ എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ഒരു സിസ്റ്റത്തിന്റെ റിക്കവറി മെക്കാനിസത്തിനെ ആയിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുക. റിക്കവറി ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് ടെസ്റ്റ് വെദർ ഇത് സിസ്റ്റം ഈസ് ഫോൾട്ട് ടോളറന്റ് ഓർ അതർവൈസ്. ഇൻ റിക്കവറി ടെസ്റ്റിംഗ് ഇത് ടെസ്റ്റർ knowingly and forcefully causes the failure of the system and observe if the recovery take place as it should.
ഇപ്പൊ റിക്കവറി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുവാണോ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെയായിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന എന്താണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോഫ്റ്റ്വെയർ മസ്റ്റ് മീറ്റ് ഓൾ ദി റിക്വയർമെന്റ് ഫ്രം ദ ഫംഗ്ഷനാലിറ്റി പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റിക്വയർമെന്റിനെ എന്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഫംഗ്ഷനാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ. അതായത് ആസ് ദി ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ റെസ്പോൺസ് ടൈം ഷുഡ് ബി വിതിൻ ദ അക്സെപ്റ്റബിൾ റേഞ്ച് ടു ദ എൻഡ് യൂസർ. അതായത് നമ്മളൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ള ടൈം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പെർഫോമൻസ് എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ടു പെർഫോം ദ ടാസ്ക് ബൈ ദ സോഫ്റ്റ്വെയർ ഈസ് അറ്റ്മോസ്റ്റ് കൺസേൺ ഓഫ് ദി എൻഡ് യൂസർ. അതായത് നമ്മൾ എല്ലാവരും അത് നോക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഓൺലൈൻ സൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് സെർച്ചിങ് റിസൾട്ട് കിട്ടുന്നു, അല്ല എത്ര പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ എല്ലാവരും നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൈറ്റുകളായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ്, അതായത് നമുക്ക് എത്ര പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്നോ അതാണ് നമ്മൾ എന്തിനകത്ത് ചെക്ക് ചെയ്യുക, പെർഫോമൻസ് ടെസ്റ്റിങ്ങിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുക. അതായത് എത്ര ടൈം അത് എടുത്തു, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അത് ലോഡ് ചെയ്യാൻ എടുത്ത ടൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കും. അതേപോലെ നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്യുമ്പോൾ, അതിനകത്തല്ല ഇപ്പൊ വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് നോക്കാറുണ്ട്, നമ്മൾ കൊടുത്ത ആ ഒരു മെസ്സേജ് എത്ര പെട്ടെന്ന് സെൻഡ് ആയി, അല്ല എത്ര പെട്ടെന്ന് നമുക്ക് ആ സൈറ്റ് ലോഡ് ചെയ്ത് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി ദ ടൈം ടേക്കൺ ബൈ ദി സോഫ്റ്റ്വെയർ to do a task is high importance in case of real-time application. In real-time application, the time is primary factor for consideration and performance is of highest priority. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പെർഫോമൻസിനകത്ത് വരുന്ന എന്താണ്, ടൈം ആയിരിക്കും കേട്ടോ. ദി പെർഫോമൻസ് ടെസ്റ്റിംഗ് is a system testing wherein the system is tested for its performance mainly in terms of time taken to respond. Through it is the high important in real-time application. All software undergoes performance testing. In performance testing, for example, we tested the length or duration time to take and login on a server. If a search is performed, the time taken to show result. If more time to take and showing the result, the user may not like the use of the application. Hence, along with the functionality for each task, time, performance and memory usage are also tested. അപ്പൊ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മളൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം അതിന്റെ ഓപ്പറേഷണൽ പാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, അതായത് അതിന്റെ ഫംഗ്ഷനാലിറ്റി ബേസ് ടെസ്റ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, അത് നമ്മൾ പല പാർട്ടായിട്ട് പലതായിട്ട്, അതായത് നമുക്ക് ഒരുമിച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, അത് പല ഡിവിഷൻ ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തായിരിക്കും ചെയ്യുക. അപ്പൊ അതിനകത്ത് നമുക്ക് വരുന്ന ടെസ്റ്റിങ്ങുകളാണ്, അതായത് നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോം ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ടെസ്റ്റിങ്ങുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക, സ്ട്രെസ്, സെക്യൂരിറ്റി, ലോഡ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിംഗ് ആൻഡ് റിക്കവറി ടെസ്റ്റിംഗ്. ഇതൊക്കെയാണ് എവിടെ പെർഫോം ചെയ്യുക, സിസ്റ്റം ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണ് അക്സെപ്റ്റൻസ്, ബീറ്റ, ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് ആണ് ഉള്ളത്. അപ്പൊ എന്താ ഈ അക്സെപ്റ്റൻസ്, ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്,
അതായത് this type of testing are performed by end users who would actually using the software. The end users always execute the software from the different perspective. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്, end users പെർഫോം ചെയ്യുന്നതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഫങ്ഷണാലിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് കൊടുക്കും, ക്ലയന്റിന് അല്ലെ എൻഡ് യൂസേഴ്സിന് അല്ലെ ഒരു യൂസറിന് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ അക്സെപ്റ്റൻസ് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്, എൻഡ് യൂസേഴ്സ് ഓൾവേസ് എക്സിക്യൂട്ട് ദ സോഫ്റ്റ്വെയർ ഫ്രം ദി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഡെവലപ്പേഴ്സ് ആർ ഓൾവേസ് കെയർഫുൾ ആൻഡ് cautious while testing the application, and end users not aware of the course of the development of the application would execute the software without any prior assumptions. To understand these types of testing, we must also have clear understanding about the nature of the software developed. In general, software may fall in either of these two categories, project for the specific customer or a product. ഇവിടെ എന്തായിരിക്കും നമ്മൾ എന്തിനെ പറ്റി ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മളൊരു സിസ്റ്റം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിന്റെ വർക്കിംഗ് അതിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡ് യൂസേഴ്സിന് നമ്മളത് കൊടുക്കും. അപ്പൊ അവരത് പല സൈഡിൽ നിന്ന്, എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അത് പല രീതിക്കുള്ള എന്താണ് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ നമുക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് അക്സെപ്റ്റൻസ് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിനാണ് പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഫോർ ദി സ്പെസിഫിക് കസ്റ്റമർ ഈസ് ബിൽറ്റ് വൺ ക്ലയന്റ് വിത്ത് സ്പെസിഫിക് റിക്വയർമെന്റ്. ഇൻ ദിസ് കേസ് only that customer is end user of that test. Once the software is ready, it is given to the customer. Is the customer who the end user of this application tested the software against all specified requirements. This type of testing is known as acceptance testing. അപ്പൊ എന്തായിരിക്കാം ഇവിടെ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഫോർ ദി സ്പെസിഫിക് കസ്റ്റമർ ഈസ് ബിൽറ്റ് ഫോർ വൺ ക്ലയന്റ് വിത്ത് സ്പെസിഫിക് റിക്വയർമെന്റ്. അതായത് കുറച്ച് റിക്വയർമെന്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലയന്റിന് നമ്മൾ എന്ത് ചെയ്യും, ഇത് അയാളുടെ കയ്യിലുള്ള റിക്വയർമെന്റിന്റെ ബേസിലായിരിക്കും എന്ത് ചെക്ക് ചെയ്യുക, ആ സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻ ദിസ് കേസ് only that customer is the end user of that test. അപ്പൊ എന്തായിരിക്കും അവിടെ അയാൾ മാത്രമായിരിക്കും, ആ റിക്വയർമെന്റ് ഉള്ള ആൾ മാത്രമായിരിക്കും അവിടുത്തെ എൻഡ് യൂസർ എന്ന് പറയുന്നത്. അയാളായിരിക്കും സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ പെർസ്പെക്റ്റീവിൽ അയാളുടെ റിക്വയർമെന്റിന്റെ ബേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദ ഡെവലപ്പർ ബട്ട് റാദർ ദ ക്ലയന്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. The purpose of acceptance testing is to find only if the actual user is ready to accept the software that has been developed. അപ്പം ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു യൂസർ ഉണ്ടല്ലോ, അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണോ അല്ലയോ, അയാൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ചെക്കിംഗ് ആയിരിക്കും അവിടെ ചെയ്യുക. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി ആപ്ലിക്കേഷൻ ആൻഡ് സോ ഓൺ customer and would want to perform the acceptance testing. Acceptance testing can be informal and many may take very short time. അപ്പം എന്താ ഇത് ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആൽഫ ടെസ്റ്റിംഗ് ആണ്. ആൽഫ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ബീറ്റ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പം ആൽഫ the testing at the developers site itself. അപ്പൊ എന്താ ഡെവലപ്പർ സൈറ്റിൽ നിന്ന് അവര് തന്നെ ചെയ്യുന്ന, അതായത് ഡെവലപ്പ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഡെവലപ്പർ തന്നെ ആയിരിക്കും എന്ത് പെർഫോം ചെയ്യുക, ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുക. ദ സോഫ്റ്റ്വെയർ ഈസ് യൂഷ്വലി ബൈ ദി എൻഡ് യൂസർ while the developer observe the process. If the end user use the software in its natural way and the developer focus and notice the way of user take and the use of the software. Developer focus on notice the usability problems faced by the end users as well the error counted. അപ്പൊ എന്തായിരിക്കാം
end users perform the testing at the developer site itself. അതായത് ഡെവലപ്പറുടെ കൂടി ചെയ്യുന്ന ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അപ്പൊ അവർക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്? അതായത് സാധാരണ ഒരു യൂസർക്ക്, ഒരു നോർമൽ യൂസർ ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അയാൾ ഫേസ് ചെയ്യുന്നുണ്ട്, അത് യൂസർ ഫ്രണ്ട്ലി ആണോ, അവിടെ എന്തൊക്കെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ ഡെവലപ്പർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള ആ ടെസ്റ്റിങ്ങിനാണ് നമ്മൾ ബീറ്റ ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് യൂസർ ഈസ് ഐഡന്റിഫൈഡ് ഹൂസ് റെഡി ടു പെർഫോം ദ ടെസ്റ്റിംഗ് അറ്റ് ഹിസ് സൈറ്റ്. ബീറ്റ ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എൻഡ് യൂസർ ആൻഡ് ഡെവലപ്പർ ഈസ് നോട്ട് പ്രസന്റ്. അപ്പൊ എന്താണ് ബീറ്റ ടെസ്റ്റിങ്ങിനകത്ത്? അത് ആര് തന്നെ ചെയ്യുന്നത്? എൻഡ് യൂസർ. അവിടെ ആരുടെ പ്രസൻസ് ഉണ്ടായിരിക്കത്തില്ല? ഡെവലപ്പറുടെ പ്രസൻസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ എന്താ ആൽഫ ടെസ്റ്റിംഗ്? ഡെവലപ്പറുടെ പ്രസൻസിൽ ഒരു എൻഡ് യൂസർ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? റിയൽ ടൈം ഡെവലപ്പർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവിടെ ആ ഒരു യൂസർക്ക് ഉണ്ടാവുന്ന പ്രോബ്ലത്തിനെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ബീറ്റ ടെസ്റ്റിങ്ങിനകത്ത് ആരുടെ പ്രസൻസ് ഉണ്ടാവില്ല? ഡെവലപ്പറുടെ പ്രസൻസ് ഉണ്ടാവില്ല. ഒരു എൻഡ് യൂസർ തന്നെയായിരിക്കും അത് അവിടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുക. From the software product is treated as live application by the end user and used is natural way. Note that the developer is not present at the moment. Hence, the beta testing, the environment in which testing is performed is actually the simulation of environment where the product will actually used. The end user test the software and record all the errors encountered. If the recorded errors are usability problems are conveyed to the developer. Developer take time to understand the errors and make necessary changes in the software. അപ്പൊ എന്തായിരിക്കും? എൻഡ് യൂസർ അയാൾക്ക് അവിടുന്ന് തോന്നിയ എറേഴ്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആർക്ക് ഇൻഫോം ചെയ്യും? ഡെവലപ്പർക്ക് ഇൻഫോം ചെയ്യും. ഡെവലപ്പർ പിന്നീട് അതിനെയൊക്കെ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അക്സെപ്റ്റൻസ് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ സമ്മറിക്കകത്തും എന്താണ് ടെസ്റ്റിംഗ് എന്നുള്ളതും ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗും ലെവൽസ് ഓഫ് ടെസ്റ്റിംഗും എല്ലാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ടെസ്റ്റിംഗ് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ബ്ലാക്ക് ബോക്സും വൈറ്റ് ബോക്സും ഒക്കെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോണം. ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ ഈ ടെസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. നിങ്ങളുടെ ഇതിനകത്ത് എന്ത് ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് നിങ്ങൾ പെർഫോം ചെയ്ത്, എന്താണ് ടെസ്റ്റിംഗ്, എന്താണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പം പറയണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രൊജക്റ്റിനൊക്കെ, അതായത് മുൻപോട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്, അതായത് വേണ്ട ഒരു ടോപ്പിക് ആണ് ഇതൊക്കെ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ അത്രയാണ് നമ്മുടെ എന്തിനകത്ത് വരുന്നത്? ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ യൂണിറ്റ് നിങ്ങൾ പഠിച്ചോണം. ഇനി നമ്മൾ എങ്ങനെ ടെസ്റ്റ് കേസ് പെർഫോം ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ യൂണിറ്റിൽ. അപ്പൊ ടെസ്റ്റിംഗ് എന്താണെന്ന് നമ്മളിപ്പോ കണ്ടു. ഇനി നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് വരുന്നത്. ഇവിടെ ആദ്യമേ ഒരു ഇതുണ്ട്, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇവിടെ കുറെ കാര്യങ്ങൾ ടെസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു സെന്റൻസ് ഇതുണ്ട്, IEEE ഡിഫൈൻസ് ഇത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് ഇവർ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് എ സോഫ്റ്റ്വെയർ ഐറ്റം ടു dictate the difference between existing and required conditions, that is bug, and to evaluate the feature of the സോഫ്റ്റ്വെയർ ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ, നമ്മുടെ ഒരു സിസ്റ്റത്തിന് ബഗ് ഫ്രീ ആയിട്ട് ആ ഒരു സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എവിടെ ചെയ്യുക? സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ടെസ്റ്റിങ്, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്യാന്നൊക്കെ ഉള്ള പറഞ്ഞിട്ട് ഡിറ്റക്ട് ചെയ്ത ഡിഫക്ട് ഏർലി ആൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇൻക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് ദി പ്രൊജക്ട് ഉണ്ട്. പിന്നെ എന്താണ് അങ്ങനെ അതായത് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അതിന്റെ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ അതിന്റെ നമ്മളത് ചെയ്യുന്നതുകൊണ്ടുള്ള കുറെ അഡ്വാൻറ്റേജുകൾ അവർ പറയുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് കീ ടേംസ് ഡെഫിനേഷൻസ്, ടെസ്റ്റ് കേസ് എന്താണ്, ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ അങ്ങനെ. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടബിൾ ആർട്ടിഫാക്ട് വിത്ത് സ്പെസിഫിക് ഇൻപുട്ട് ഡേറ്റ കവറിംഗ് എ സെനാരിയോ ആൻഡ് ഹാസ് ഡിറ്റർമിനിസ്റ്റിക് പാസ് ഓർ ഫെയിൽ ടെർമിനേഷൻ. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ ഓരോ ഫോംസും അല്ലെ ഓരോ പേജും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും നമുക്കൊരു എക്സ്പെക്ടഡ് റിസൾട്ട് നമുക്കൊരു ആക്ച്വൽ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പാസ് ഓർ ഫെയിൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക, പാസ് ആയിരിക്കും വരുന്നത്. അതായത് അത് ബഗ് ഫ്രീ ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടും അവിടെ വന്നിരിക്കുന്ന ആക്ച്വൽ റിസൾട്ടും ഈക്വൽ അല്ലാന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് നമ്മളിപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ലോഗിൻ ചെയ്ത് കയറുക എന്നുള്ളതല്ലേ. അപ്പൊ അവിടുത്തെ ആക്ച്വൽ റിസൾട്ട് എന്താണ്, ലോഗിൻ നടന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പാസ് എന്നായിരിക്കും കൊടുക്കുക. അതേസമയം നമ്മൾ ഒരു യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തത് നമ്മൾ തെറ്റിപ്പോയി, എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ലോഗിൻ ചെയ്യത്തില്ല, ഇൻവാലിഡ് പാസ്വേഡ് എന്ന് കാണിക്കണം. അതേസമയം അവിടെ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടിയത്, അതായത് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ലോഗിൻ സംഭവിച്ചു, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് അതല്ലായിരുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒരു മിസ്മാച്ച് വന്നു. അങ്ങനെ ഉള്ളിടത്ത് എന്തായിരിക്കും വരുന്നത്, ഫെയിൽ ആയിരിക്കും വരുന്നത്. അതായത് എക്സ്പെക്ടഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ആയിരിക്കും അത് ഫെയിൽ എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ എവിടെ കൊടുക്കുക, ടെസ്റ്റ് കേസിനകത്ത് നമ്മൾ കൊടുക്കുക. ഇനി ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെസ്റ്റ് സെറ്റ് ഓഫ് റിക്വയർമെന്റ് ദാറ്റ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ദ ടെസ്റ്റ് കേസ്. ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസിനെ ആയിരിക്കും നമ്മൾ എന്താന്ന് പറയുന്നത്, ടെസ്റ്റ് സ്യൂട്ട്. അപ്പൊ റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ കണ്ടു. ഡിഫക്റ്റ്, ബഗ്, ഫോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, നമ്മുടെ ഇതിനകത്തുള്ള എന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ എറേഴ്സിനെ ഒക്കെ ആയിരിക്കും നമ്മൾ പറയുക. ഇനി സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള സ്കോപ്പാണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ദ പ്രോസസ് ഓഫ് എൻഷുർ ദാറ്റ് സോഫ്റ്റ്വെയർ കോഡഡ് ആസ് പെർ ദ ഗിവൺ സ്പെസിഫിക്കേഷൻ. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദ പ്രോസസ് എൻഷുർ ദാറ്റ് സോഫ്റ്റ്വെയർ മീറ്റ് ദ എൻഡ് യൂസർ റിക്വയർമെന്റ്. അതാണ് സ്പെസിഫിക്കേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ടെസ്റ്റിംഗ് ഷോസ് പ്രസൻസ് ഓഫ് എറേഴ്സ്, എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ, ടെസ്റ്റ് ഏർലി ആൻഡ് റെഗുലർലി, അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്, ഫൈൻഡിംഗ് എഫക്റ്റീവ്നെസ്, ടെസ്റ്റിംഗ് ഡിപെൻഡൻസ് ഓൺ കോണ്ടെക്സ്റ്റ്, ഫോൾസ് കൺക്ലൂഷൻസ്. ഇൻ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ, അപ്പൊ ഞാൻ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ടെസ്റ്റ് STLC എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇവിടെ ഇവർ തന്നിട്ടുണ്ട്, ഇത് കണ്ടോ. ടെസ്റ്റിംഗ് റിക്വയർമെന്റ് ഉണ്ട്, അതിന്റെ അനാലിസിസ് ഉണ്ട്, ടെസ്റ്റ് പ്ലാൻ ഉണ്ട്, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ ഉണ്ട്, പിന്നെ എന്താണ് ടെസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, ടെസ്റ്റ് എക്സിക്യൂഷൻ ഉണ്ട്. അതൊക്കെയാണ് എന്തിനകത്ത് വരിക, നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിന്റെ ലൈഫ് സൈക്കിളിനകത്ത് വരിക. ആദ്യമേ ഡീബഗിങ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, debugging is the act of analyzing and locating the root cause of defect of the errors identified during the testing phase. It is often creative process involving the root cause analysis, RCA, by formulating the hypothesis about the probable cause of the defect. അപ്പം എന്താ ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറേഴ്സിനെ നമ്മൾ ടെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, അതിനാണ് നമ്മൾ പറയുക കേട്ടോ. ഡീബഗിങ് ചലഞ്ചസ്, എന്തൊക്കെ ചലഞ്ചസ് ആണ്, ട്രിഗറിങ് കണ്ടീഷൻസ് ഓർ വേരിയബിൾ ഐസൊലേഷൻസ് ഒക്കെ. ട്രിഗറിങ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് only few defect triggered under the specific condition identified by the exact variable or condition would be complex as there large number of variables. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്, ടൈമിന്റെ കേസിൽ, വേരിയബിൾസിന്റെ കേസിൽ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ മൂലം നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രിഗറിങ് കണ്ടീഷൻ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ഇന്റർമിറ്റൻസി ഫാക്ടർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റ് only occur
intermittently and there would be any determining the step to reproduce the issue all the time. This is temporary issue could be happening due to the variety of reasons such as intermittent network issues, dependency on another conditions, hardware failure അങ്ങനെയൊക്കെ മൂലം നമുക്ക് ഉണ്ടാകുന്നത്. അതിനെയാണ് ഇന്റർമിറ്റൻസി ഫാക്ടർ എന്ന് പറയുന്നത്. ചിലപ്പം എന്താ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം മൂലം നമുക്ക് എന്താ പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതെ വരും, ചിലപ്പോൾ ടൈമിന്റെ ഫാക്ടർ മൂലം വരാം, ചിലപ്പോൾ ഹാർഡ്വെയർ ഇഷ്യൂസ് മൂലം വരാം, ചിലപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് ഇതിന്റെ പ്രശ്നം മൂലം വരാം. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ ഇന്റർമിറ്റൻസി ഫാക്ടർ എന്ന് പറയുക. ഇനി ഹാർഡ്വെയർ ഇഷ്യൂ, അതായത് ഹിഡൻ അണ്ടർ ദ മൾട്ടിപ്പിൾ കോംപ്ലക്സ് സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ പെർഫോമൻസ് ഇഷ്യൂസ്, മെമ്മറി ഇഷ്യൂസ് ഒക്കെ എന്തിനകത്ത് വരുന്നുണ്ട്, ഡീബഗിങ്ങിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡീബഗിങ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. ഡീബഗിങ് സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. ഡീബഗിങ് ബൈ കോസ് എലിമിനേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റ് ഡേറ്റയും കണ്ടീഷൻസും ഉണ്ട്. പിന്നെ മെമ്മറി പ്രൊഫൈലിംഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് വൈസ് ഡീബഗിങ് വരുന്നുണ്ട്. പിന്നെ ഹോൾ ട്രാക്കിംഗ്. ഇതൊക്കെയാണ് നമ്മൾ ഡീബഗിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സെനാരിയോസ്, ഡീബഗിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന സെനാരിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഡീബഗിങ് സ്ട്രാറ്റജി, ഡീബഗിങ് ബൈ കോസ് എലിമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്താ അവിടെ പെർഫോം ചെയ്യുക, എലിമിനേറ്റിംഗ് വേരിയസ് പാർട്ടിസിപ്പേറ്റിംഗ് ലേയേഴ്സ് ആൻഡ് കമ്പോണന്റ് സ്റ്റെപ്പ് വൈസ്. അടുത്ത സെനാരിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്ലൈ ദിസ് ടെക്നിക് വെൻ ദ ഡിഫക്ട് ഒക്കേഴ്സ് ദ കോംപ്ലക്സ് മൾട്ടി ലെയർഡ് സിസ്റ്റംസ് ഇൻവോൾവിംഗ് ന്യൂമറസ് കമ്പോണന്റ്സ്. അപ്പൊ എവിടേക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ ഇടയുണ്ട് അവിടെ എല്ലാം നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കും. Combination of test data and conditions. Try out the combination of test data and steps that lead to defect. അപ്പൊ ഇതെങ്ങനെയായിരിക്കും യൂസ് ദിസ് ടെക്നിക് വെൻ നോ ദ ഡേറ്റ സെറ്റ് ആൻഡ് സ്റ്റെപ്സ് ലീഡ് ടു ഡിഫക്ട്. പിന്നെ മെമ്മറി പ്രൊഫൈലിംഗ് വരുന്നുണ്ട്. അവിടെ അനലൈസ് ആൻഡ് പ്രൊഫൈൽ ദ മെമ്മറി ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്ലൈ ദിസ് ടെക്നിക് ഈസ് റിലേറ്റഡ് ടു മെമ്മറി ആസ് അപ്രൂവ്ഡ് ടു പ്രോഗ്രാം ടെർമിനേഷൻ ഔട്ട് ഓഫ് മെമ്മറി ഇഷ്യൂസ് ആൻഡ് മെമ്മറി ഡംപ് ഇഷ്യൂസ്. സ്റ്റെപ്പ് വൈസ് ഡീബഗിങ്, ഹോൾ ട്രാക്കിംഗ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനിയും ടെസ്റ്റിംഗ് ടൂളിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് ടൂൾ ആൻഡ് എൻവയോൺമെന്റ്. അതായത് നമ്മൾ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മാനുവലി ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, മാനുവലി അതായത് നമ്മൾ തന്നെ ചെയ്യുന്നത്, മനുഷ്യൻ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനുവൽ എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒരു ടൂളിന്റെ സഹായത്തോടു കൂടെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓട്ടോമേഷൻ ടൂൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് ഇത് ഉണ്ട്, JUnit ഉണ്ട്, പിന്നെ എന്താ SOPUI ഉണ്ട്, പിന്നെ HP ലോഡ് റണ്ണർ ഉണ്ട്, സെലീനിയം ഉണ്ട്, പിന്നെ ജെങ്കിൻസ് ഉണ്ട്. കണ്ടോ ടൂൾസ്. IBM റാഷണൽ ഫങ്ഷണൽ ടെസ്റ്റർ ഉണ്ട്, HP ക്വാളിറ്റി ടെസ്റ്റർ ഉണ്ട്, PMD ഉണ്ട്, JMeter. അതൊക്കെ എന്താണ്, ടെസ്റ്റിംഗ് ടൂളുകളാ. എന്ത് ടൂൾ, അത് ഓട്ടോമേഷൻ ടൂൾ. അതായത് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ മാനുവൽ എന്ന് പറയുന്ന ആരായിരിക്കും, മനുഷ്യൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ടൂളിന്റെ സഹായത്തോടെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ JUnit എന്ന് പറയുന്ന യൂണിറ്റ് ടെസ്റ്റിംഗ് ടൂൾ, അത് ഓപ്പൺ സോഴ്സ് എന്നാൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് കേട്ടോ. ടെസ്റ്റിംഗ് ബേസിസ് യൂണിറ്റ് ടെസ്റ്റിംഗും കോഡ് കവറേജ് റിപ്പോർട്ടും ആയിരിക്കും. പിന്നെ SOPUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടൂൾ ആയിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ എന്ത് സർവീസ് ടെസ്റ്റിംഗ് JDBC ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. HP ലോഡ് റണ്ണർ എന്ന് പറഞ്ഞ പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾ ആയിരിക്കും വരുന്നത്. അപ്പൊ അവിടെ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് ഫേസ് ലോഡ് ടെസ്റ്റിംഗ് ഉണ്ട്, സ്ട്രെസ് ടെസ്റ്റിംഗ് ഉണ്ട്, പീക്ക് ലോഡ് ടെസ്റ്റിംഗ് ഉണ്ട്, പിന്നെ സെലീനിയം വരുന്നുണ്ട്. സെലീനിയം വരുമ്പോൾ എന്തായിരിക്കും, വെബ് ടെസ്റ്റിംഗ് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗും ഓട്ടോമാറ്റിക് വെബ് ടെസ്റ്റിംഗും ഒക്കെ ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുക. ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ നമ്മൾ ലോഡ് ചെയ്യിപ്പിച്ച് നോക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക കേട്ടോ. പിന്നെ IBM റാഷണൽ ഫങ്ഷണൽ ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൂൾ ആയിരിക്കും, അത് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് ആയിരിക്കും അവിടെ ചെയ്യുക. ജെങ്കിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആയിരിക്കും. അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അവിടെ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന HP ക്വാളിറ്റി സെന്റർ ആണ്. അതെന്താണ്, ടെസ്റ്റ് കേസ് മാനേജ്മെന്റ് ആണ് വരുന്നത്. അവിടെ എന്താണ്, മാനേജ്മെന്റ് ഓഫ് ടെസ്റ്റ് കേസ് ഉണ്ട്, ഷെഡ്യൂൾ ഓഫ് ടെസ്റ്റ് കേസ് ഉണ്ട്, റിക്വയർമെന്റ് ട്രേസബിലിറ്റി ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ PMD ഓർ ചെക്സ്റ്റൈൽ, അതെന്ന് പറയുന്ന ഒരു ഓട്ടോമേറ്റഡ് കോഡ് റിവ്യൂ ആണ്, അത് സ്റ്റാറ്റിക് കോഡ് അനാലിസിസ് ആയിരിക്കും അവിടെ വെക്കുന്നത്. JMeter വരുമ്പോൾ ലോഡ് ടെസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ലോഡ് ടെസ്റ്റിംഗ്, വെബ് സർവീസ് ടെസ്റ്റിംഗ്, ഡാറ്റാബേസ് ടെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ പെർഫോം ചെയ്യുക. ഇനി ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ
എന്തായിരിക്കും നമ്മൾ പർപ്പസ് എന്ന് പറയുന്ന പെർഫോം ചെയ്ത യൂണിറ്റ് ടെസ്റ്റിംഗ് ആയിരിക്കും. അത് ചെയ്യുന്ന ആരായിരിക്കും? ഡെവലപ്പേഴ്സ് ആയിരിക്കും. QA എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആയിരിക്കും. അത് പെർഫോം ചെയ്യുന്ന ആരായിരിക്കും? ക്വാളിറ്റി അനലിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. അത് ചെയ്യുന്ന ആരായിരിക്കും? ക്വാളിറ്റി ടീം, സെക്യൂരിറ്റി ടീം ഒക്കെ ആയിരിക്കും അതൊക്കെ പെർഫോം ചെയ്യുന്നത്. ഇനി യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതെന്ന് പറയുന്ന ആരായിരിക്കും? പെർഫോംസ് എൻഡ് യൂസർ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ബിസിനസ് യൂസേഴ്സ് ആയിരിക്കും അതിന്റെ ടെസ്റ്റിംഗ് ടീമിൽ വരിക. ഇനി പ്രീ പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും അവിടെ ചെയ്യുക. അതെന്ന് പറയുന്ന സാമ്പിൾ ടെസ്റ്റ് ഓഫ് എൻഡ് യൂസേഴ്സും ക്യൂആർ ടീമും ആയിരിക്കും അവിടെ വരുന്നത്. അതായത് എന്താ എന്തിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് ഏതൊക്കെ രീതിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യും, എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഉണ്ട്, QA എൻവയോൺമെന്റ് ഉണ്ട്, സിസ്റ്റം ഇന്റഗ്രേഷൻ ഉണ്ട്, യൂസർ അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രീ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസുകളാണ്. എന്തൊക്കെ ടൈപ്പ് ടെസ്റ്റ് കേസുകളാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ വി അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസ്, അപ്പൊ അതിനകത്ത് നമുക്ക് പല വെറൈറ്റി ഓഫ് ടെസ്റ്റിംഗ് അപ്രോച്ചുകൾ നമ്മളിവിടെ യൂസ് ചെയ്തു. ഒന്ന് ബോക്സ് അപ്രോച്ച് ഉണ്ട്, ഒന്നെന്ന് പറയുന്ന എക്സിക്യൂഷൻ ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, ഒന്ന് AB അപ്രോച്ച് ഉണ്ട്, പിന്നെ റിലീസ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, മാനുവൽ ഓർ ഓട്ടോമേറ്റഡ് അപ്രോച്ച് ഉണ്ട്. അപ്പം ബോക്സ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഇല്ലേ, അതാണ് വരുന്നത്. എക്സിക്യൂഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് ഡൈനാമിക് ടെസ്റ്റിംഗ്. അപ്പൊ എന്താ ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് നമ്മൾ എന്താ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത ടൈം മുതൽ അത് എന്ത് ലാസ്റ്റ് വരെ നമുക്ക് എന്തായിരിക്കും അതിന് ഗൈഡ് ചെയ്യാനൊക്കെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തായിരിക്കും? അത് സ്റ്റാറ്റിക് ആയിട്ട് പോകും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നത്. ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ എന്തായിരിക്കും അത് എന്താ ഒരു പർട്ടിക്കുലർ ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല വരുന്നത്. അപ്പം ആ ഡൈനാമിക് ടെസ്റ്റിംഗിനകത്ത് ടെസ്റ്റ് ആക്ച്വൽ കോഡ് ബൈ എക്സിക്യൂട്ടിംഗ് ഇറ്റ്, അതിന്റെ രീതിക്കായിരിക്കും നമ്മളത് ടെസ്റ്റ് ചെയ്യുക. സ്റ്റാറ്റിക്കിനകത്ത് എന്തായിരിക്കും? നമുക്ക് അതിനൊരു ആക്ച്വൽ സ്റ്റെപ്പ് വൈസിലായിരിക്കും നമ്മളത് ചെയ്യുക. AB അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ടെസ്റ്റിംഗും ബീറ്റ ടെസ്റ്റിംഗും ആയിരിക്കും അവിടെ നടക്കുക. അപ്പം ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻഡ് യൂസേഴ്സ് അറ്റ് ഡെവലപ്പേഴ്സ് ആയിട്ട്, ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എൻഡ് യൂസർ അറ്റ് ലോക്കൽ സൈറ്റ് ആയിരിക്കും. ഇനി റിലീസ് ബേസ്ഡ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ സ്മോക്ക് ടെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും അവിടെ വരിക. അപ്പൊ ഈ സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ടെസ്റ്റിംഗ് ടു അൺകവർ ഷോ സ്റ്റോപ്പർ, അങ്ങനെ അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗിനകത്ത് വരുന്നതാണ് നമ്മുടെ സ്മോക്ക് ടെസ്റ്റിംഗ് ഒക്കെ കേട്ടോ. അതായത് ആപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആപ്ലിക്കേഷൻ നമ്മൾ ഓവറോൾ ചെക്ക് ചെയ്യുമായിരിക്കും അവിടെ ചെയ്യുക, നമ്മുടെ ഈ സ്മോക്ക് ടെസ്റ്റിങ്ങിനകത്ത് ചെയ്യുക കേട്ടോ. പിന്നെ മാനുവൽ ഓർ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. മാനുവൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാനുവലി ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു ടൂളിന്റെ സഹായത്തോടെ ആയിരിക്കും നമ്മളത് ചെയ്യുക. അപ്പൊ അതാണ് മാനുവൽ ഓർ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡുകൾ. ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡിനകത്ത് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഉണ്ട്, ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, സ്ട്രെസ് ടെസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ യൂസബിലിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, റിഗ്രഷൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോന്നും ആരാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഫങ്ഷണൽ ടെസ്റ്റിംഗ് അതേപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ആര് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പൊ അത് ആര് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആരായിരിക്കും? ഡെവലപ്പർ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആരായിരിക്കും? QA ടീം ആയിരിക്കും ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പെർഫോം ചെയ്യുന്ന ആരായിരിക്കും? ക്വാളിറ്റി അനലിസ്റ്റ് QA ടീം ആയിരിക്കും അതും പെർഫോം ചെയ്യുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന QA ടീം ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ സിസ്റ്റം ടെസ്റ്റിംഗിനകത്ത് വേറെ ആരുണ്ട്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടീമും സെക്യൂരിറ്റി ടീമും ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന പെർഫോമൻസ് ടെസ്റ്റിംഗ് ടീം ആയിരിക്കും. സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് QA ടീം ആയിരിക്കും ചെയ്യുന്നത്. യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് QA ടീം ആയിരിക്കും. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് QA ടീം ആണ് പെർഫോം ചെയ്യുന്നത്. റിഗ്രഷൻ ടെസ്റ്റിംഗ് QA ടീം ആണ് പെർഫോം ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് പറയുന്ന ഡീപ് ട്രൈ ടു ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റ് കേസ്. അപ്പം ടെസ്റ്റ് കേസ് എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്ട് എക്സിക്യൂഷൻ കണ്ടീഷൻസ് ആൻഡ് എക്സ്പെക്ടഡ് റിസൾട്ട് ഡെവലപ്ഡ് ഫോർ എ particular objective such as exercise a particular program path to verify compliance with the specific requirement. അപ്പൊ എന്തായിരിക്കും അവിടെ സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ടായിരിക്കും, കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, റിസൾട്ട് ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് യൂണിറ്റ് ടെസ്റ്റ് കേസ് പറയും. യൂണിറ്റ് ടെസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ കോഡ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കോഡ് വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി യൂണിറ്റ് ടെസ്റ്റിങ്ങിനകത്ത് കണ്ടു ലൂപ്പിന്റെ ബൗണ്ടറീസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കണ്ടു നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ബ്രാഞ്ചസ് അതായത് ഇഫൽസ് കണ്ടീഷൻസ് ഒക്കെ ഇല്ല അതെല്ലാം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും കോഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആയിരിക്കും എവിടെ നടക്കുക, നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിങ്ങിനകത്ത് നടക്കുന്നത്. പിന്നെ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഫങ്ഷണാലിറ്റി ആയിരിക്കും ചെക്ക് ചെയ്യുക. ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡേറ്റ ഇൻപുട്ട്, പിന്നെന്താണ് ബൗണ്ടറീസ്, അതേപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് പ്രീ കണ്ടീഷൻസ്, പോസ്റ്റ് കണ്ടീഷൻസ്, നോർമൽ ഫ്ലോയും ആയിരിക്കും നമുക്ക് എവിടെ വരുന്ന ഫങ്ഷണാലിറ്റിക്കകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതുണ്ട് പ്രീ കണ്ടീഷൻസ്. ഒരു ലോഗിൻ കേസ് ആണെന്നുണ്ടെങ്കിൽ പ്രീ കണ്ടീഷൻ യൂസർ ഷുഡ് കണ്ടെയ്ൻ വാലിഡ് ഇൻപുട്ട്, യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നോക്കും. പോസ്റ്റ് കണ്ടീഷൻ വരുമ്പോഴേക്ക് സക്സസ്ഫുള്ളി ലോക്ക്ഡ് ആണോ അല്ലോ എന്ന് നോർമൽ ഫ്ലോ നമ്മളവിടെ ചെക്ക് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതർ ഫ്ലോസ് വരുമ്പോഴേക്ക് ഫോർഗോട്ട് പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പൊ അതൊക്കെയാണ് എവിടെ നമ്മൾ ചെക്ക് ചെയ്യുക ഫങ്ഷണാലിറ്റിക്കകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുണ്ട് ഫങ്ഷണാലിറ്റി ടെസ്റ്റ് കേസ് തന്നിരിക്കുന്നത്. യൂസ് കേസ് ഉണ്ട്, അതിന്റെ ടെസ്റ്റ് കേസ് ID ഉണ്ട്, ടെസ്റ്റിന്റെ സ്റ്റെപ്പ് ഉണ്ട്, എക്സ്പെക്ടഡ് റിസൾട്ട് ഉണ്ട്, ആക്ച്വൽ റിസൾട്ട് ഉണ്ട്, പിന്നെ അതിന്റെ റിസൾട്ട് ഉണ്ട്. കണ്ടോ? ഇനി ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനകത്ത് എന്തൊക്കെയാ ഹാൻഡ്ലിംഗ് ഇത് ഡേറ്റ ഫ്ലോ അക്രോസ് ദി ഇന്റർഫേസ് ആണ്. പിന്നെ എക്സെപ്ഷൻ സാനാരിയോസ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ചെക്ക് സബ് സിസ്റ്റംസ് ഉണ്ട്, എറർ ഹാൻഡ്ലിംഗ് ഉണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞ പല സ്റ്റെപ്സ്, അതായത് പെർഫോം സെറ്റപ്പ് ഉണ്ട്, പോപ്പുലർ ഡമ്മി ഡേറ്റ ഉണ്ട്, ടെസ്റ്റ് സാനാരിയോസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ടെസ്റ്റ് പ്ലാൻ ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും ടെസ്റ്റ് പ്ലാൻ ഈസ് എസെൻഷ്യലി എ കോംപ്രിഹെൻസീവ് പ്ലാനിങ് ആർട്ടിഫാക്ട് ദാറ്റ് കവേഴ്സ് ദ ഫോളോയിങ് ആസ്പെക്ട്. അപ്പൊ ടെസ്റ്റ് പ്ലാനിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഡോക്യുമെന്റ് കണ്ടെയ്ൻ ഡീറ്റെയിൽ അബൌട്ട് സ്കോപ്പ്, ഷെഡ്യൂൾ ആൻഡ് റിസോഴ്സസ് ഫോർ ടെസ്റ്റിംഗ് ത്രൂ ഔട്ട് ദി ലൈഫ് സൈക്കിൾ ഓഫ് ദി പ്രൊജക്ട്. ടെസ്റ്റ് പ്ലാൻ യൂഷ്വലി ടേക്ക് ഇൻപുട്ട് ഫ്രം ദി പ്രൊജക്ട് പ്ലാൻ ആൻഡ് സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്. പിന്നെ ഇറ്റ് ഷുഡ് കവർ ഓൾ കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് യൂണിറ്റ്, അത് ഫങ്ഷണൽ, ഇന്റഗ്രേഷൻ, റിഗ്രഷൻ ടെസ്റ്റിംഗ് വരും. പിന്നെ ടെസ്റ്റിംഗ് അപ്രോച്ചുകൾ വരും. അതേപോലെ തന്നെ ഷുഡ് കണ്ടെയ്ൻ ദി സ്പെസിഫിക്കേഷൻസ് ഓഫ് ടെസ്റ്റ് യൂണിറ്റുകൾ അതിനകത്ത് വരും. അതേപോലെ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് ഡെലിവറബിൾസ്. പിന്നെ സാമ്പിൾ ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നുണ്ട്. എ സാമ്പിൾ ടെംപ്ലേറ്റ് ഫോർ ടെസ്റ്റ് പ്ലാൻ കണ്ടെയ്നിങ് എ ടേബിൾ ഓഫ് കണ്ടന്റ് ഐറ്റംസ് ഗിവൺ ബിലോ. സാമ്പിൾ ടെസ്റ്റ് പ്ലാൻ ABC പ്രൊജക്റ്റിലെ ടേബിൾ ഓഫ് കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് തന്നിരിക്കുക. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, റെഫറൻസ് സ്റ്റോക്ക്, ടെസ്റ്റ് പ്ലാൻ ഉണ്ട്, അതിന്റെ റിക്വയർമെന്റ് ഉണ്ട്, ഹൈ ലെവൽ ഉണ്ട്, ലോ ലെവൽ, എന്റർപ്രൈസ് ഡിസൈൻ, സ്കോപ്പ്, പിന്നെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ള ഹാർഡ്വെയർ റിക്വയർമെന്റ്. അപ്പൊ ഇങ്ങനെ എന്താണ് അതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. അതായത് നമ്മളൊരു ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പോഴേക്കും ചുമ്മാ നമ്മൾ പെർഫോം ചെയ്യുമല്ല, നമ്മളൊരു SRS പെർഫോം ചെയ്തപ്പോൾ അതായത് നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു SRS പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ SRSനകത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് അതിനെ ഫുൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പൊ എന്താണ് ആ ടെസ്റ്റിങ്ങിനകത്ത് എന്ത് വരുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഹാർഡ്വെയർ ചെക്ക് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ഷെഡ്യൂൾ ഉണ്ട്, ഫീച്ചേഴ്സ് ഏതൊക്കെ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്ത, അതിന്റെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഡിപ്പെൻഡൻസീസ്, റിസ്ക് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എവിടെ പെർഫോം ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതുണ്ട് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ എവിടെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇത് കൊണ്ട് കോഡ് തന്നിരിക്കുന്നത്. ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഫേസ് ഫോർ ഡി ബി കണക്ഷൻ ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പം ഡേറ്റാബേസ് കണക്ഷന്റെ ആയതുകൊണ്ട് കണക്ഷൻ ഒബ്ജക്റ്റ് ഒക്കെ നമ്മളവിടെ കൊടുത്തു. എന്നിട്ട് ഇതുണ്ട് പെർഫോം സെറ്റപ്പ് ആൻഡ് ഇനിഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ് നമ്മളവിടെ പെർഫോം ചെയ്തു. ത്രോ എക്സെപ്ഷൻസ് നമ്മളവിടെ കൊടുത്തു. അപ്പൊ കോഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ടത് കേട്ടോ. അപ്പം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പല മൊഡ്യൂളുകൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് ആയിരിക്കും എന്ത് വരുന്നത്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വരുന്നത്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് വരുമ്പോഴേക്കും എന്താ, ഫങ്ഷണാലിറ്റി ബേസ്ഡ് ടെസ്റ്റിംഗ് ആയിരിക്കും നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന്. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഓരോ എന്തായിരിക്കും പ്രോഗ്രാമിലും ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഓരോ പ്രോഗ്രാമിലും ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ ഇതുണ്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാ ലിമിറ്റും നമ്മൾ കൊടുത്തു നോക്കും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റിനകത്ത് വരുന്നത് കേട്ടോ. ടെസ്റ്റിംഗ് അതായത് നമ്മുടെ എന്താ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ യൂണിറ്റിനകത്ത് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് വരുന്നത്. അതിനകത്ത് ഡിഫറെന്റ് മോഡൽസിനെ പറ്റിയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് വരിക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറഞ്ഞ ഈ ടെസ്റ്റിംഗ്, ഈ യൂണിറ്റ് ടെസ്റ്റിംഗ് ആട്ടെ, ആൽഫ ടെസ്റ്റിംഗ് ആട്ടെ, ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു യൂണിറ്റ് നിങ്ങൾ പഠിച്ചോണം. അപ്പൊ ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് അടുത്ത എന്താ ബ്ലോക്ക് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് അടുത്ത ബ്ലോക്ക് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിക്കോ.